പ്രതീക്ഷകളുടെ മോഹഭാരം പേറിയുള്ള KKRന്റെ യാത്ര തുലാസിലാകുന്നു. കാലവും കളി ദൈവങ്ങളും വീണ്ടൊരിക്കൽ കൂടെ രാജാവിനെയും കൂട്ടരെയും കിരീടധാരികളാക്കുമോ അറിയില്ല. എന്നിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്, ക്രിക്കറ്റ് രാജാവിന് മങ്ങലേറ്റാൽ മാത്രം ഇനി എതിരാളികൾക്ക് കിരീടം മോഹിക്കാം. 2 വട്ടം തളർന്നെങ്കിൽ എഴുതിത്തള്ളാൻ നിങ്ങൾ ആ വലുപ്പത്തിലുള്ള മറ്റൊരാളെ നോക്കുക. അയാളുടെ പേര് വിരാട് കോഹ്ലി എന്നാണ്. കരിയറിലെ 9ാം സെഞ്ചുറി തേടിയുള്ള യാത്ര ഇവിടെ പൂർണ്ണമാകുകയാണ്. ആ ശതകത്തിളക്കത്തിൽ KKRന് അടിപതറുന്നു. പരിഹസിച്ചവരെല്ലാം കൺതുറന്ന് ദർശിക്കുക. രാജാവിന്റെ രാജ്യവാഴ്ചയിൽ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് KKR. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനായി അജിൻക്യ രഹാനെയും ഫിൽ അലനും ചേർന്നാണ് ആ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. ആദ്യ ഓവറുകളിൽ തന്നെ RCBയുടെ ബൗളർമാർ മികച്ച ലൈനിലും ലെങ്തിലും പന്തെറിഞ്ഞ് കൊൽക്കത്തക്ക് കുരുക്ക് വീഴ്ത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഭുവനേശ്വർ കുമാർ എറിഞ്ഞ 3ാം ഓവറിൽ 18 റൺസ് എടുത്ത ഫിൽ അലനെ ജിതേഷ് ശർമ്മയുടെ കൈകളിലെത്തിച്ച് RCB ആദ്യ പ്രഹരമേൽപ്പിച്ചു. തൊട്ടുപിന്നാലെ 5ാം ഓവറിൽ 19 റൺസ് എടുത്ത ക്യാപ്റ്റൻ അജിൻക്യ രഹാനെക്ക് ജോസ് ഹെയ്സൽവുഡ് ചെക്ക് ചെയ്തപ്പോൾ കൊൽക്കത്ത 48 എന്ന നിലയിലായിരുന്നു. അവസാന ഓവറുകളിൽ റിങ്കു സിംഗും രഘുവംശിയും ചേർന്ന് റൺ റേറ്റ് അതിവേഗം ഉയർത്തി കൊൽക്കത്തയെ വലിയൊരു സ്കോറിലേക്ക് നയിക്കുകയായിരുന്നു. ഇന്നിംഗ്സിന്റെ അവസാന ഓവറുകളിൽ RCB ബൗളർമാരായ ഭുവനേശ്വർ കുമാറും ഹെയ്സൽവുഡും കൃത്യതയാർന്ന യോർക്കറിലൂടെ കൊൽക്കത്തയെ 200 റൺസ് തികക്കുന്നതിൽ നിന്നും തടയുന്നുണ്ട്. ഇന്നിംഗ്സിന്റെ അവസാന പന്തിൽ 71 റൺസ് എടുത്ത രഘുവംശി റണ്ണൌട്ടായപ്പോൾ കൊൽക്കത്ത നിശ്ചിത 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 192 റൺസ് എന്ന ഭീമമായ സ്കോറിലെത്തി. 29 പന്തിൽ 49 റൺസുമായി റിങ്കു സിംഗ് പുറത്താകാതെ നിന്നു. RCBക്കായി ഭുവനേശ്വർ, ഹെയ്സൽവുഡ്, റസിക് സലാം എന്നിവർ ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തുന്നുണ്ട്. ജയിക്കാൻ 193 റൺസ് വേണമെന്നിരിക്കെ RCB മറുപടി ബാറ്റിംഗ് ആരംഭിച്ചപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ വിരാട് കോഹ്ലിയിലേക്കായിരുന്നു. കഴിഞ്ഞ 2 മത്സരങ്ങളിലും 0-ന് പുറത്തായതിന്റെ കടുത്ത സമ്മർദ്ദവും കോഹ്ലിയുടെ മേലിലുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ ഫ്രാഞ്ചൈസികളുടെ രാജാവ് തന്റെ പഴയ ഫോമിലേക്ക് തിരിച്ചെത്തുന്ന കാഴ്ചയാണ് ആരാധകർ കണ്ടത്. ആദ്യ ഓവർ മുതൽ വളരെ ശാന്തനായി, എന്നാൽ കൃത്യമായ പ്ലാനിങ്ങോടെ കോഹ്ലി റൺസ് കണ്ടെത്താൻ തുടങ്ങി. കൊൽക്കത്തയുടെ പേസർമാരെ വിരാട് കോഹ്ലി അനായാസം നേരിട്ടു. കാർത്തിക് ത്യാഗി എറിഞ്ഞ 6ാം ഓവറിൽ മനോഹരമായ ഒരു 6റും 4 4കളും പറത്തി കോഹ്ലി തന്റെ പ്രകടനം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. പവർ പ്ലേ അവസാനിക്കുമ്പോൾ RCB 1 വിക്കറ്റ് നഷ്ടത്തിൽ 66 റൺസ് എടുത്തിരുന്നു. 12 റൺസ് എടുത്ത ഓപ്പണർ ജേക്കബ് ബദൽ കാർത്തിക് ത്യാഗിയുടെ പന്തിൽ പുറത്തായെങ്കിലും കോഹ്ലി ഒറ്റയ്ക്ക് നിന്ന് പൊരുതുകയായിരുന്നു. ബദൽ പുറത്തായതിനു ശേഷം ഇമ്പാക്ട് പ്ലെയറായി ക്രീസിലെത്തിയ ദേവദത്ത് പടിക്കൽ കോഹ്ലിക്ക് മികച്ച പിന്തുണ നൽകി. സുനിൽ നാരായൺ ഉൾപ്പെടെയുള്ള കൊൽക്കത്തയുടെ മികച്ച സ്പിന്നർമാരെ ഇരുവരും ചേർന്ന് പണിയൊരുക്കി. പന്തുകളെ ബൗണ്ടറി കടത്തിയും സിംഗിളുകൾ ഓടിയെടുത്തും അവർ സ്കോറിംഗ് ചലിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഈ കൂട്ടുകെട്ട് കൊൽക്കത്ത ബൗളർമാരുടെ ആത്മവിശ്വാസം തകർത്ത് കളഞ്ഞു. വിരാട് കോഹ്ലി തന്റെ അർദ്ധ സെഞ്ചുറി വെറും 32 പന്തുകളിൽ നിന്നാണ് പൂർത്തിയാക്കിയത്. അർദ്ധ സെഞ്ചുറി തികച്ചതിനു ശേഷവും അദ്ദേഹം ഒട്ടും വേഗത കുറച്ചില്ല എന്നത് മാത്രമല്ല, കൂടുതൽ ആക്രമണപരമായി കളിക്കുകയായിരുന്നു. മറുവശത്ത് ദേവദത്ത് പടിക്കൽ 27 പന്തിൽ 7 4കളും അടക്കം 39 റൺസ് എടുത്ത് മികച്ച രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കെ കാർത്തിക് ത്യാഗിയുടെ പന്തിൽ അജിൻക്യ രഹാനെക്ക് ക്യാച്ച് നൽകി പുറത്തായി. അപ്പോഴേക്കും RCB 13 പോയിന്റ് ഓവറിൽ 129 റൺസ് എടുത്തിരുന്നു. പടിക്കൽ പുറത്തായതോടെ കളി വീണ്ടും ഉദ്യോഗജനകമായ ഒരു ഘട്ടത്തിലേക്ക് നീങ്ങി. 3ാമനായി വന്ന രജിത് പാട്ടിദാർ 8 പന്തിൽ ഒരു 6 അടക്കം 11 റൺസ് എടുത്ത് സുനിൽ നാരായണിന്റെ പന്തിൽ പുറത്തായപ്പോൾ RCB ആരാധകർ ഒന്ന് പരിഭ്രാന്തരായി. ജയത്തിലേക്ക് ഇനിയും റൺസ് വേണമെന്നിരിക്കെ വിക്കറ്റുകൾ വീഴുന്നത് RCBയെ സമ്മർദ്ദത്തിലാക്കി. എന്നാൽ കിങ് കോഹ്ലി ഗ്രീസിൽ ഉള്ളിടത്തോളം കാലം ഞങ്ങൾക്ക് ഭയപ്പെടാനാകില്ല എന്ന് ആരാധകർ ഉറച്ചു വിശ്വസിച്ചു. 17ാം ഓവർ എറിയാൻ വന്ന അനുകുൽ റോയിയുടെ പന്തുകളെ വിരാട് കോഹ്ലി വേണ്ട വിധം ഉപയോഗിച്ചു. ആ ഓവറിലെ 3ാം പന്തിൽ ഒരു 4ഉം തൊട്ടടുത്ത പന്തിൽ ലോങ് ഓണിന് മുകളിലൂടെ തകർപ്പൻ 6റും പറത്തി കോഹ്ലി കളി പൂർണ്ണമാക്കുകയും
RCBയുടെ കൈപ്പിടിയിൽ ഒതുക്കുകയും ചെയ്തു. ആ ഓവറിൽ നിന്ന് മാത്രം 15 റൺസാണ് പിറന്നത്. കോഹ്ലിയുടെ ഈ ബാറ്റിംഗ് വെടിക്കെട്ട് റായ്പൂർ സ്റ്റേഡിയത്തെ മുഴുവൻ ഇളക്കി മറിച്ചു. മത്സരത്തിന്റെ അവസാന ഓവറുകളിൽ കൊൽക്കത്തയുടെ ത്യാഗി വീണ്ടും ഒരു വിക്കറ്റ് വീഴ്ത്തി കളി ആവേശത്തിലാക്കി. 2 റൺസ് എടുത്ത ടിം ഡേവിഡിനെ മനീഷ് പാണ്ഡെയുടെ മികവുറ്റ ഒരൊറ്റ ക്യാച്ചിലൂടെ ത്യാഗി പുറത്താക്കി. പോയിന്റിൽ പറന്നുയർന്ന് മനീഷ് പാണ്ഡെ എടുത്ത ക്യാച്ച് IPLലെ തന്നെ ഏറ്റവും മികച്ച ഫീൽഡിങ്ങിലൊന്നാണ്. വിക്കറ്റുകൾ വീഴുമ്പോഴും വിരാട് കോഹ്ലി 99 റൺസോടെ നോൺ സ്ട്രൈക്ക് റേറ്റിൽ വീണ്ടും ശാന്തനായി നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴുള്ള ആരാധകരുടെ ഹൃദയമിടിപ്പിനെ ഞാൻ പറയേണ്ടതില്ലല്ലോ. 19ാം ഓവർ എറിയാനെത്തിയ വൈഭവ് അറോറയുടെ ആദ്യ പന്തിൽ സിംഗിൾ എടുത്തുകൊണ്ട് വിരാട് കോഹ്ലി തന്റെ IPL കരിയറിലെ 9ാമത്തെ സെഞ്ചുറി പൂർത്തിയാക്കി. വെറും 58 പന്തുകളിൽ നിന്നാണ് കോഹ്ലി സെഞ്ചുറി തികച്ചത്. കഴിഞ്ഞ 2 കളികളിലെ നിരാശക്ക് ബാറ്റുകൊണ്ട് അയാൾ നൽകിയ മറുപടി വീണ്ടും സ്റ്റേഡിയത്തെ ആവേശത്തിലാക്കുകയാണ്. എഴുന്നേറ്റ് നിന്ന് ആരാധകർ കൈയടിച്ചു. അയാളിലെ വെടിക്കെട്ട് അവസാനിച്ചിട്ടില്ല എന്ന പ്രഖ്യാപനമായിരുന്നു അത്. സെഞ്ചുറിക്ക് ശേഷവും കോഹ്ലി ടീമിനെ വിജയത്തിലേക്ക് നയിക്കാൻ ബാറ്റിംഗ് തുടർന്നുകൊണ്ടേയിരുന്നു. വൈഭവ് അറോറയുടെ അതേ ഓവറിൽ ബാറ്റ്സ്മാൻ ജിതേഷ് ശർമ്മ ഒരു ബൗണ്ടറി കൂടി നേടിയെടുത്തതോടെ അവസാന ഓവറിൽ RCBക്ക് ജയിക്കാൻ വേണ്ടത് 3 റൺസ് മാത്രമായിരുന്നു. കൊൽക്കത്തയുടെ എല്ലാ തന്ത്രങ്ങളും കോഹ്ലിയുടെ ബാറ്റിംഗ് മികവിന് മുമ്പിൽ പരാജയപ്പെടുന്ന കാഴ്ചയാണ് ഈ കളിയിലുടനീളം കാണാൻ സാധിച്ചത്. അവസാന ഓവർ എറിയാൻ കൊൽക്കത്ത ക്യാപ്റ്റൻ പന്തേൽപ്പിച്ചത് യുവ ബൗളർ ദുബൈയിലായിരുന്നു. എന്നാൽ ക്രീസിലുണ്ടായിരുന്ന ജിതേഷ് ശർമ്മ ഒട്ടും സമയം കളയാതെ ആദ്യ പന്തിൽ തന്നെ ലെഗ് സൈഡിലേക്ക് ഒരു തകർപ്പൻ 4 പായിച്ച് മത്സരം RCBയുടെ പേരിൽ കുറിച്ചു. 19 പോയിന്റ് ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 194 റൺസ് എടുത്ത് RCB 6 വിക്കറ്റിന്റെ ഗംഭീരമായ വിജയം ആഘോഷിക്കുകയാണ്. വിരാട് കോഹ്ലി 60 പന്തിൽ 11 ഫോറുകളും 3 സിക്സറും അടക്കം 105 റൺസോടെ പുറത്താകാതെ ഹീറോയായി മത്സരത്തിന്റെ രാജാവായി മാറി. ഈ വിജയത്തോടെ 12 മത്സരങ്ങളിൽ നിന്ന് 16 പോയിന്റുമായി RCB പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനത്തേക്ക് കുതിച്ചിരിക്കുകയാണ്. കൊൽക്കത്തയുടെ പ്ലേ ഓഫ് പ്രതീക്ഷകൾക്ക് ഈ തോൽവി വലിയൊരു തിരിച്ചടിയായി മാറി. വിരാട് കോഹ്ലി എന്ന പ്രതിഭയുടെ ക്ലാസും കളി നിയന്ത്രിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവും ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ട ഒരു ക്രിക്കറ്റ് പൂരത്തിനായിരുന്നു റായ്പൂർ സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത്. അതെ, ഇപ്പോഴും അയാളുടെ കാലമല്ലേ.